നിങ്ങൾ ഷോർട്ട് ഹാൻഡ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ പഠിച്ചിട്ടുണ്ട് കുറച്ച് നാൾ പഠിച്ചതാണ്. നമ്മൾ ഈ ഓരോ വേർഡിന് ഈ ചെറിയ വരകൾ വെച്ച് ഉള്ള സംഭവമാണ് ഈ ഷോർട്ട് ഹാൻഡ് എന്ന് പറയുന്നത്. ഈ ജേർണലിസ്റ്റാണ് ഇവർ കൂടുതൽ ഉപയോഗിക്കുന്നത് ഷോർട്ട് ഹാൻഡ്. പെട്ടെന്ന് എഴുതിയെടുക്കാൻ വേണ്ടി അവർ പഠിക്കുന്ന സംഭവമാണ് ഷോർട്ട് ഹാൻഡ്. ഞാൻ കുറച്ച് നാൾ പഠിച്ചതാണ്. ഈ ഒരു സംഭവം നമുക്ക് കീബോർഡിലില്ലല്ലോ. കീബോർഡിൽ ആൽഫബറ്റ്സ് മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഷോർട്ട് ഹാൻഡ് ഉള്ള ഒരു കീബോർഡ് ഉണ്ടാക്കിയാൽ അത് നമുക്ക് കുറച്ചും കൂടെ സ്പീഡപ്പ് ആവും. നമുക്ക് എല്ലാം ട്രാൻസ്ലേറ്റ് ചെയ്യാനും എഴുതാനും. ഇപ്പം നമ്മൾ ഓരോ വേർഡ് വീതം ടൈപ്പ് ചെയ്യുന്നില്ല, അതിന് പകരം വരകളിങ്ങനെ വരച്ച് പോയി കഴിഞ്ഞാൽ വേർഡിങ്ങനെ അത് ട്രാൻസ്ലേറ്റ് ചെയ്യാനും എളുപ്പമായിരിക്കും. ഈ ഒരു ഐഡിയ എനിക്ക് തോന്നിയതാണ്, അതുകൊണ്ട് ഞാൻ ഇടാമെന്ന് വിചാരിച്ച വീഡിയോ. അപ്പോൾ നമുക്കൊരു ഷോർട്ട് ഹാൻഡ് കീബോർഡ് ഉണ്ടാക്കിയാൽ നല്ലതായിരിക്കും എന്നാണ് എൻ്റെ ഇന്നത്തെ ചിന്ത. ദിസ് thoughts made and owned by this idea made and owned by Reggie Matthew 55 1972 Pondrail. എൻ്റെ യൂട്യൂബ് ചാനൽ റെജി IPS എന്നുണ്ട്. another YouTube channel is Reggie Matthew Pondrail. another one more channel is there, Reggie Matthew Pondrail. My mobile number is 00917034171299. എൻ്റെ ചാനലിൽ ഒരു 1600 കൂടുതൽ വീഡിയോസ് ഉണ്ട്. പിന്നെ ഒരു 1000 കൂടുതൽ സോങ്സ് ഉണ്ട്. എല്ലാം പാട്ടും ഞാൻ എഴുതി കമ്പോസ് ചെയ്ത് BGM ചെയ്ത് എല്ലാ പാട്ടിൻ്റെ ഓണർഷിപ്പും എനിക്ക് തന്നെയാണ്. കംപ്ലീറ്റ് ഓണർഷിപ്പ് ഈസ് ഓൺ ബൈ Reggie Matthew 55 1972 Pondrail. See the playlist of my YouTube channel and subscribe and share it. Thank you for watching. All right, so for this idea of making shorthand keyboard for laptop and computer. Thank you very much for watching.